വീടിന്റെ മുന്നിൽ നിൽക്കുന്ന യക്ഷിപ്പനയാണിത്. എന്നാൽ ഇത് നീളം വെച്ച് യക്ഷിക്ക് പോലും കയറാൻ പറ്റാത്തത്രയും നീളത്തിലായിരിക്കുകയാണ്. കുളത്തിന്റെ അവിടോട്ട് പോകുന്ന വഴിക്കാണ് ഞാൻ ഇവനെ കാണുന്നത്. ആമത്തോടാണിത്. എങ്ങനെ ചത്തുപോയ ആമയുടെ തോടാണിത്. ഇവിടെ ചൂണ്ടയിട്ടിട്ട് പിടിച്ചവർ കളഞ്ഞ ആമയോ ആകാം. എന്തായാലും ഇവനെ കാണാൻ ഒരു ചേലുണ്ട്. ഇവന്റെ 4 സൈഡും പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇതിനകത്ത് പണ്ട് ആൾക്കാർ വെള്ളം കുടിക്കുമായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. പന്നികളുടെ ശല്യം കൂടിയത് കൊണ്ട് തന്നെ ഇവന്മാരിപ്പോൾ ഈ വഴി കൂടെയാണ് ഓടുന്നത്. അടുത്ത് നിൽക്കുന്ന കൈതച്ചെടിയിൽ നിന്നും കൈതപ്പൂവ് ഉണ്ടായാൽ ഇവന്മാർ അപ്പം തന്നെ അടിച്ചു മാറ്റി തിന്നും. ഇതിനെ പിന്നെ പാമ്പിന്റെ പൂവ് എന്ന് പണ്ട് കൊച്ചിലെ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. റോഡ് സൈഡിൽ തൂങ്ങി നിൽക്കുന്ന ഒരു കുമ്പളങ്ങിയാണിത്. ഇത് ആർക്ക് വേണേലും എപ്പോൾ വേണേലും തട്ടിക്കൊണ്ടുപോകുന്ന രീതിയിൽ നിൽക്കുകയാണ് ഇവൻ. പാടത്തിപ്പോൾ കൃഷി ചെയ്യാത്തത് കൊണ്ട് തന്നെ പുല്ല് തീരെ നിറഞ്ഞിരിക്കുകയാണ്. പൂവാലിപ്പശുവും ചാരപ്പശുവും അവിടെ ഇരുന്ന് പുല്ല് കഴിക്കുന്നുണ്ട്. സമീപത്ത് കുറച്ച് ദേശാടന പക്ഷികളും. ഇത്രയും പുല്ല് നിറഞ്ഞത് സുന്ദരമായ ഒരു ഗ്രാമമാണ് എൻ്റെ ഗ്രാമം. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടമായോ?